ഉണ്ട്. അപ്പോൾ കമൻ്റ് ഇടുന്നവന്മാരൊക്കെ വല്ല പണിക്കും പോകണം. ഓക്കെ, ഞാൻ എൻ്റെ പണി തുടങ്ങാൻ പോയി. കമൻ്റ് ഇടുന്നവന്മാർ വല്ല പണിക്കും പോണേ, ഞാൻ എൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് പോണേ കൈസെന്ന്. അപ്പം നമുക്ക് ഇപ്പോൾ രാവിലെ ആയപ്പം നേരെ ഞാൻ സൈഡിലോട്ട് പോകാൻ പോവാം. ഓക്കെ ഓക്കെ, പിന്നെ പോയിട്ട് വിട്ടെ. ഓക്കെ ഓക്കെ, ഇത് ഇവിടെയാണ് ചെറിയ ചെറിയ സംഭവങ്ങൾ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മൾ കുറേയധികം ആൾക്കാരുടെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് പൂജയും അമലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളോളം തരി പൊന്നന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിഹാസ രൂപേണയൊക്കെ ട്രോളിലൂടെയൊക്കെയാണ് അവരുടെ രംഗപ്രവേശം സോഷ്യൽ മീഡിയക്കകത്ത്. അവരെയല്ല, അവരുടെ ലൈഫ് എന്ന് വെച്ചാൽ +1 +2 പഠിക്കുന്ന ഒരു കുട്ടി അവരുടെ ഇഷ്ടപ്പെട്ട പുള്ളിയുമായിട്ട് ഒളിച്ചോടുന്നു, കല്യാണം കഴിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അവർ യൂട്യൂബിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ അവർ കുറേയധികം ചാനലിലുള്ള ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതിനുശേഷം വൈറലാവുന്നു, ട്രോളുകൾ വരുന്നു. ഇതാണ് സംഭവം. അപ്പോൾ 1-2 വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ പ്രധാനമായിട്ട് സ്പെസിഫിക് ചെയ്തിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് സമൂഹത്തിൽ ഒരിക്കലും ഇതിനെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാനോ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് പകർത്താനോ പറ്റത്തില്ല. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇന്നൊരു സംഭവം ലൈഫ് നമുക്ക് അതുപോലെ പകർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സ്വീകാര്യമാക്കുന്നൊരു കാര്യമല്ല, പറ്റത്തില്ല. അത് മാത്രമാണ്. മറിച്ച് അവരൊരു ജീവിതം തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ ജീവിതത്തിനെ ഒരിക്കലും നശിക്കണമെന്നോ അല്ലെങ്കിൽ അത് തകർന്നടിയണമെന്നോ നശിച്ച് നാമാവശേഷമാവണമെന്നോ പറയാനുള്ള യോഗ്യതയും നമുക്കില്ല. അങ്ങനെ പറയുന്നത് ശരിയുമല്ല. എന്തായിരുന്നാലും കുറേ ആൾക്കാർ കുറച്ച് നാളുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ പയ്യൻ ജോലിക്കൊന്നും പോകത്തില്ലേ എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു മറുപടി എന്നോണം ഒരു വീഡിയോ ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ചില കാര്യങ്ങൾ ഇവർക്ക് ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. അത് ഒരു സഹോദരൻ സംസാരിക്കുന്ന ഒരു രീതിയിൽ മാത്രം എടുത്താൽ നിങ്ങൾ കാണുമെങ്കിൽ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കാണ് നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് എന്താണ് പൂജയും അമലും എന്നുള്ളൊരു അവരുടെ ലൈഫ് നന്നായിട്ട് തന്നെ പോട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പണിക്ക് പോകുന്നൊരു വ്ളോഗാണ്. അപ്പം പണിക്കാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ഫ്രീ കിട്ടുമ്പോഴൊക്കെ വീഡിയോ എടുക്കാം. അപ്പം പണി പകുതി ആയിട്ടുണ്ട്, ഷീറ്റ് ഇടാറായിട്ടുണ്ട്. അപ്പോൾ ആ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ ഏണിന്ന് വീണത്. അപ്പോൾ പിന്നെ ഞാൻ ചേട്ടനോടെ പിന്നെ അത് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പം ഇപ്പോഴേ കാണിക്കാൻ പറ്റിയ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പുള്ളിക്കാരൻ്റെ ഈ നമ്മുടെ ഈ കമൻറ്റ് ബോക്സുകളിലൊക്കെ മൊത്തം കണ്ടിട്ടുള്ള കുറേ അധികം കമൻറ്റാണ്. ഒരു ജോലിയും കൂലിയും ഇല്ലാത്തൊരു പയ്യൻ ഒരു പെണ്ണിനെ വിളിച്ചിറക്കൊണ്ട് പോയി എന്നുള്ള കാര്യം. ആ ഒരു കോൺടെക്സ്റ്റ് നമ്മളിപ്പോഴും ഒരിക്കലും, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് അച്ഛനമ്മമാർ, ഒരുപാട് മാതാപിതാക്കൾ ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ട്. മക്കളെ പൊന്നുപോലെ വളർത്തിയതിന് ശേഷം ഒരു സുപ്രഭാതത്തിലേക്ക് പോകുന്നു. ഇതിന് മുമ്പുള്ള വീഡിയോസിൻ്റെ അകത്ത് കിൻഡർ ജോയുടെ ആ ഒരു വീഡിയോ ചെയ്ത സമയത്തും ആ കുട്ടിയുടെ ബ്യൂട്ടി ബോണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും പുള്ളി ജോലിക്ക് പോകുന്ന ഒരാളാണ് എന്നുള്ളത് കാണിക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ അച്ഛനും സഹോദരനും എല്ലാവരും ഒരേ തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത്, വെൽഡിങ് വർക്കാണ് ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ എൻ്റെ ഏറ്റവും കൂടുതൽ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ജോലി ചെയ്യുന്നവരാണ്. ഓക്കെ. അപ്പം നമുക്ക് ഇപ്പോൾ രാവിലെ ആയപ്പം നേരെ ഞാൻ സൈഡിലോട്ട് പോകാൻ പോവാം. ഓക്കെ പിന്നെ പോയിട്ട് വിട്ടെ. ഓക്കെ, ഇത് ഇവിടെയാണ് ചെറിയ ചെറിയ സംഭവങ്ങൾ. ഇത് നിങ്ങളെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടെ എന്തിടണം എന്നിടണ്ടെന്ന് പറയാനുള്ള ഒരു അർഹതയും ഒരു യോഗ്യതയൊന്നും എനിക്കില്ല. ഈ പറയാൻ മറ്റുള്ളവർക്കും ഇല്ല എന്നുള്ള കാര്യം പൂർണ്ണമായി അറിയാം എന്നിരിക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു 3-4 ദിവസത്തിന് മുമ്പാണ് വയനാടൻ ബ്ലോഗർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ജസ്റ്റ് വളരെ അടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ പങ്കുവച്ചത്. ആ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ട് അത് പിന്നീട് എന്തായിട്ട് മാറി എന്നുള്ളൊരു കാര്യം ദയവായി ഒന്ന് മനസ്സിലാക്കണം. അത് ന്യൂഡായിട്ട്, അഥവാ അവരുടെ തുണിയില്ലാത്ത രീതിയിലേക്കുള്ള മറ്റൊരു മുഖങ്ങൾ സ്വാപ്പ് ചെയ്തുകൊണ്ടൊക്കെ മറ്റൊരു തരത്തിലേക്ക് പ്രചരിപ്പിച്ച് വേറൊരു തരത്തിലേക്ക് അത് വന്നു. അവസാനം 1-2 പേരെയൊക്കെ പിടിച്ചു. അവർ മാപ്പ് പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ ദുർഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കാം എന്ന് മാത്രമാണ് കേട്ടോ. ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഓർമ്മിപ്പിക്കാം. ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇതിനെക്കാട്ടിലപ്പുറം ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊക്കെ ദയവായി ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് മറ്റൊരു തരത്തിലേക്കെങ്കിലും ഇത് പല സൈറ്റുകളിലും ഇത് പ്രചരിക്കും. ഒടുവിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നിർത്താനോ അത് മാറ്റാനോ, കാരണം അതിൻ്റെ ഡൊമൈനും മറ്റുള്ള കാര്യങ്ങൾ സെർവറൊക്കെ ഇവിടെ ആയിരിക്കണമെന്ന് പോലുമില്ല. നമ്മുടെ രാജ്യത്തുള്ളതൊന്നും ആയിരിക്കില്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള സെർവറുകളൊക്കെ ആയിരിക്കും. അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നൊരു വലിയ ഹാനക്കാര്യം, ഒരു വലിയ തെറ്റെന്നല്ല, തെറ്റെന്നേ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. കാരണം നിങ്ങൾ തുടങ്ങിയിട്ടില്ലുള്ള ജീവിതം സ്വാഭാവികമായിട്ട് ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ വിജയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞൊരു കാര്യമാണ്. അതിന് ആ സെൻസിൽ കാണുക പ്ലീസ്. ഇതാണ് നമ്മുടെ മിഷൻ.
ഓക്കെ 2 ദിവസമുണ്ട് ഗൈസ്. ബൈക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഓക്കെ, പനിയാണ് ഗൈസ്. അപ്പം ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും നമ്മൾ ഓരോ വിഷ്വൽസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് സൈറ്റ്. കാണിച്ചു തരാം ഗൈസ്. ഗൈസ് വീട്ടിലിരുന്ന് പണിക്ക് പോകുന്നില്ല, ഞാനുള്ള പണി കണ്ടിട്ടില്ലാത്തവർ കണ്ടോ ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ പണി, ഞങ്ങളുടെ പണി. പാവം അവൻ്റെ ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ നാട്ടുകാരത്ത് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു ഗതികേടാണ്. അല്ല, പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പം താങ്കളൊരു ഇപ്പം അമല് ചോട്ടു അല്ലേ, ചോട്ടു ജീവിക്കാൻ ഒരു പങ്കാളിയെ കണ്ടെത്തി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, നല്ലത് വരട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഇൻ്റർവ്യൂ ചെയ്തത്? മറ്റുള്ള ചാനലുകാർ എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ കാര്യം എന്താ? നിങ്ങളൊരു വിവാഹം കഴിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിൽ സാമൂഹ്യ പ്രസക്തിയുള്ളൊരു കാര്യം ചെയ്തിട്ടാണോ അവരെ നിങ്ങൾ ഇൻ്റർവ്യൂ വിളിച്ചത്? അല്ല, നിങ്ങളൊരു വിവാഹത്തിലേക്ക് നടന്നു കയറി ആ ഒരു പ്രായത്തിൽ ആ കുട്ടിയും നിങ്ങളുമായിട്ടൊരു പ്രണയ വിവാഹം നടന്നു. ആ സമൂഹത്തിൻ്റെ വീക്ഷണകോണിൽ മറ്റൊരു തരത്തിലേക്ക് തന്നെ എത്തുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ അവരെല്ലാവരും നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. ആ ഇൻ്റർവ്യൂവിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രചാരമാണോ അത് മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പറയേണ്ടി വരുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഒരു ലളിതമായി പറഞ്ഞ കാരണക്കാർ. അത് ഇനി പറയാതിരിക്കണമെങ്കിൽ, ഇനി പറയേണ്ടാത്തുള്ള സാഹചര്യം പറഞ്ഞെങ്കിൽ ഇനി മിണ്ടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ ചെയ്തേക്കുക. അതർവൈസ് നിങ്ങൾ ഇതാണ് ഗൈസ്, എൻ്റെ ജോലി ഇതാണെന്ന് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ബോധിപ്പിക്കുന്ന വെച്ചാൽ ചോദ്യങ്ങൾ കൂടും, അതുകൊണ്ട് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്തായാലും പുള്ളിക്കാരൻ വെൽഡിങ് വർക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ട ആ ഫ്രെയിം അടിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഒരു റൂഫ് ചെയ്തേക്കുന്നതാണ്. നല്ല പണിയുണ്ട്. ഇതൊക്കെ റൂഫൊക്കെ പണി ചെയ്യുന്നതൊക്കെ ചില്ലറ പരിപാടിയൊന്നുമല്ല. റൂഫിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, റൂഫിൻ്റെ പണി ചെയ്യുന്നതിനകത്ത് ഏറ്റവും റിസ്കി എലമെൻ്റ് എന്ന് പറയുന്ന സാധനം റൂഫിൻ്റെ അകത്തുള്ള ഷീറ്റ് കയറ്റുന്നതാണ്. ആ ഷീറ്റിൻ്റെ സംഭവം മര്യാദയ്ക്കൊക്കെ പിടിച്ചില്ലെങ്കിൽ എടുത്തിട്ടില്ലെങ്കിൽ കൈയും കാലും ഒക്കെ കൊണ്ട് പോക്ക് പോകും. അതോടൊപ്പം തന്നെ ഇത് കട്ട് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. ആ കട്ടിങ് മെഷീൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ എന്തുമാത്രം അപകടങ്ങളാണ് പലർക്കും പല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ പണി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പുണ്ട്. ഞാൻ ചേട്ടനും അച്ഛനും ഞങ്ങളാണ് ഗൈസ് മെയിൻ. അപ്പോൾ ഇതാണ് ഗൈസ് വർക്ക്. അപ്പോൾ അവർ ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കോ, അവരിപ്പോൾ വരും. അപ്പം നമുക്ക് ബാക്കി. അപ്പോൾ ഗൈസ് ഇതാണ് എല്ലാവരും കാത്തിരുന്ന എൻ്റെ പണിയുടെ വീഡിയോ ഇടുമെന്ന് വെച്ചാൽ എല്ലാവരും ഇതാണ് ഗൈസ് എൻ്റെ പണി. ഓക്കെ, അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ഇട്ടയക്കാം, വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗൈസ് എല്ലാം കൂടെ ഒരു 150 ഗൈസായി. ആ പയ്യനത് കൺവേ ചെയ്യുന്നതായിരിക്കാം. എല്ലാവരുടെ പറഞ്ഞൊരു ശീലമായി, ചില വാക്കുകളൊക്കെ ശീലമായി പോയി. അപ്പോൾ അത് ഇങ്ങനെ വരും, നമ്മൾ അറിയാതെ തന്നെ സംസാരിക്കുമ്പോൾ ആ വാക്കുകളൊക്കെ നമ്മളിലേക്ക് എത്തും. അതുകൊണ്ട് അതൊരു തെറ്റായിട്ട് കാണണ്ടാലും എന്നാലും എണ്ണം കൂടി പോകുന്നു, അത്രേ ഉള്ളൂ. അത് റൂഫ് ടോപ്പിൽ കയറിയിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന റൂഫിൻ്റെ വർക്ക് ഗൈസ്. ഇത്ര ഹൈറ്റിലേക്ക് കയറിയാണ് ഗൈസ് നമ്മൾ ജോലിയൊക്കെ എടുക്കുന്നത്. ഓക്കെ, എന്നാലും അവൻ ജീവിക്കും. അത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ജീവിച്ചു പോകും, ഒരു സംശയം വേണ്ട. ഈ തൊഴിൽ എന്നും തൊഴിലുള്ളൊരു മേഖലയാണ്, പക്ഷെ അത്രയും റിസ്ക് ഉള്ളൊരു മേഖലയും കൂടെയാണ് കേട്ടോ. നല്ല ബുദ്ധിമുട്ടും അത് അത്യാവശ്യം പണിയൊക്കെ കിട്ടുന്നൊരു ഏരിയയാണ് ഈ വെൽഡിങ് ഏരിയ എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ പണി കാണും, ചില സമയത്ത് പണി കാണാത്തൊരു സാഹചര്യം. എന്തായാലും തൊഴിലാണ്, അതുകൊണ്ട് തന്നെ ഉപജീവന മാർഗം ഉണ്ട്. അപ്പോൾ കമൻ്റ് ഇടുന്നവന്മാരൊക്കെ വല്ല പണിക്കും പോകണം. ഓക്കെ, ഞാൻ എൻ്റെ പണി തുടങ്ങാൻ പോയി. കമൻ്റ് ഇടുന്നവന്മാർ വല്ല പണിക്കും പോണേ, ഞാൻ എൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് പോണേ കൈസെന്ന്. അതൊരു തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത് കൊണ്ടാണോ താങ്കളത് പറഞ്ഞെന്നറിയത്തില്ല. കമൻ്റ് ഇടുന്നവന്മാർ വേറെ പണിക്ക് പോകണമെന്ന് പറയുമ്പം അത് ഒരു അടച്ചാക്ഷേപിക്കലാണ്. ഇപ്പം നിങ്ങളെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ പോലും നിങ്ങളത് പ്രൂവ് ചെയ്യേണ്ട ആൾക്കാരാണ്. നിങ്ങൾ നല്ല രീതിയിൽ ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ജീവിക്കണം. എന്താണ് സമൂഹത്തിൻ്റെ ഒരു ആങ്സൈറ്റി, സമൂഹത്തിൻ്റെ ചോദ്യങ്ങളുടെ കാരണം എന്താ? അതിനകത്തൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയെ അവരുടെ പറക്കമുറ്റാത്ത പ്രായത്തിൽ അഥവാ പക്വത പൂർണ്ണമായിട്ട് എത്താത്തൊരു സമയത്ത് നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം നിങ്ങളുടെ ജീവിതം തുടങ്ങി വെച്ചു. ആ കുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ പരമാവധി പഠിക്കുക, ഒരു ജോലി നേടുക. നിങ്ങൾ സ്വന്തം കാലിൽ എത്തിയതിന് ശേഷം മതി നിങ്ങളുടെ മാരേജോ മറ്റുള്ള കാര്യങ്ങളൊക്കെ. അല്ലാതെ നിങ്ങൾ നേരത്തെ പോയി കല്യാണം എന്നുള്ള സാധനം ഒന്നും ലൈഫിൽ ഏറ്റവും വലിയ സാധനമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാര്യമാണ് സമൂഹം മൊത്തത്തിൽ. ഇത് സോഷ്യൽ മീഡിയ ആണ്, അവർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും.
അതർവൈസ് കമൻറ്റ് ഇടുന്നവർ വേറെ പണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പണിയില്ലാത്തവരൊക്കെയാണോ അവർ സ്വന്തം ഫോണിൻ്റെ ഡാറ്റ അവർ ചാർജ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് അടക്കം വരുന്നത് കണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരാരും പണിക്ക് പോകാത്തവരെന്നാണോ അമൽ ചിന്തിച്ച് വെച്ചേക്കുന്നത്? അത് വളരെ മോശമാണ് അമലെ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ തെറ്റാണ്. കാരണം ഓക്കെ, നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ടാവാം, അതിനുള്ള റിയാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് മറുപടി എന്നുള്ള രീതിയിൽ ഞാൻ പണിക്ക് പോകുന്നവനാണെന്നുള്ളൊരു വീഡിയോ പോലും ഇടാൻ പാടില്ല. അല്ലാതെ ആൾക്കാർ ഇങ്ങനെ കമൻറ്റുകൾ ഉണ്ടാവും. ആ കമൻറ്റിന് കാരണക്കാർ സമൂഹമല്ല. അമലിനെയും നമ്മുടെ പൂജയെന്ന് ഇവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു. അറിയിച്ചത് നിങ്ങൾ തന്നെയാണ്. അറിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അതിനുശേഷം അഭിപ്രായങ്ങൾ 2 തരത്തിൽ വരും. അതിന് നിങ്ങൾ എങ്ങനെ എടുക്കണമെന്നുള്ള കാര്യം നിങ്ങളുടെ യുക്തിക്ക് ഞാൻ വിട്ടു തരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും പണിക്ക് പോകാം, ഞാൻ പണിക്ക് പോകുന്നവരാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ കൊണ്ടൊന്നും ഞാൻ പണിക്ക് പോകുന്നു കാണിച്ചുകൊണ്ട് മാത്രം ആയില്ല. സോ ട്രിഗർ ചെയ്യരുത് കേട്ടോ. ഞാൻ എപ്പോഴേ പറയുന്നു, സമൂഹത്തിനെ നിങ്ങൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം പോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അവരെങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അത്ര ഭൂഷണമായിട്ട് വരില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇത് ഓക്കെ കഴിഞ്ഞു. ഞാനിങ്ങനെ ഇവിടെ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു. ഞങ്ങളിവിടെ ഇരിക്കുന്നു. പിന്നെ ഇതാണ് കേസിന്റെ ജോലി. ജോലിക്ക് പോടാ ഇങ്ങനെ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഇവ എന്നും ജോലിക്ക് പോകുന്നുണ്ട്. ഈ ജോലിക്ക് പോകുമ്പം ഈ വീഡിയോസ് ഇതിന്റെ ഇടയ്ക്ക് എടുക്കുന്നതൊക്കെ ഭയങ്കര പാടായിട്ടുള്ള പണിയാണ്. അപ്പം എന്ന് കുറച്ച് ടൈം ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ച് അങ്ങനെ കുറച്ച് ടൈം കിട്ടിയപ്പോ ഇവൻ ഞാൻ വീഡിയോസ് എടുത്തത്. അപ്പം എന്റെ ജോലി എന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് നമ്മളിതിപ്പം പോസ്റ്റ് ആക്കാന്ന് വിചാരിച്ചു. പോസ്റ്റിലെ വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു മീഡിയം. നിങ്ങൾ ജോലിക്ക് പോടാ എന്ന് അമലിനോട് ആൾക്കാർ പറഞ്ഞതിൻ്റെ കാരണം എന്താ? അമൽ എന്നൊരു ഭർത്താവാണ്, ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഒരാളാണ്. ആ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അതിൻ്റെ അച്ഛനമ്മമാർ വളർത്തിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഇന്നൊരു ജീവിതത്തിലേക്കൊക്കെ ഒരു പാർട്ണറാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടിക്കൊണ്ട് യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഭാവിയെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ഓർത്തിട്ടായിരിക്കാം സമൂഹം എന്നുള്ളൊരു പക്ഷം ആൾക്കാർ സംസാരിക്കുന്നത്. ആ ആൾക്കാരുടെ വാക്കുകളൊക്കെ തെറ്റാണോ അമലെ? നാളെ നിങ്ങൾ ഈ വിവാഹം കഴിഞ്ഞ് നാളെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായെന്ന് വിചാരിക്കുക. ആ കുട്ടിയെ നിങ്ങൾ നല്ല രീതിയിൽ പൊന്നുപോലെ വളർത്തി പഠിപ്പിച്ച് ആ കുട്ടി സ്കൂളിലേക്കൊക്കെ പോയി ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്ന കുട്ടിയെ കാണുന്നില്ല. കുട്ടി നോക്കുമ്പോഴേക്കും വേറൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. പിറ്റേ ദിവസം അടുത്ത ഒരു മാസം കഴിയുമ്പോഴേക്കും കുട്ടിയുടെ പേരിൽ ഇൻ്റർവ്യൂ വരുന്നു. കുറച്ച് നാളൂടെ കഴിയുമ്പോഴേക്കും ആ കുട്ടിയുടെ ഭർത്താവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക? അത് നിങ്ങൾ പറയുമോ? ഇല്ല, എൻ്റെ കുട്ടിയും നാളെ ഇതുപോലെ, അങ്ങനെ ഞാൻ പറയുന്നില്ല, ഹൈപ്പോത്തറ്റിക്കലാണ്. എങ്കിലും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ അംഗീകരിക്കില്ല. എനിക്കറിയാം ഒരുപാട് ഇതുപോലെ നമ്മുടെ ലവ് മാരേജ് നടന്ന ഒളിച്ചോട്ടൊക്കെ നടന്നിട്ടുള്ള ആൾക്കാർ പിന്നീടുള്ള അവരുടെ ലൈഫിനകത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം അവരൊന്നും അതിനെ അനുവദിക്കാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല, അത്രത്തോളം മനസ്ഥിതി ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഈ ലവ് മാരേജ് കഴിഞ്ഞതിൻ്റെ കുറച്ച് ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് ഇത് എന്താണ് ലൈഫ് എന്ന് പോലും അവർ പോലും മനസ്സിലാക്കുന്നത്. അതറിയാത്തൊരു സമയത്താണ് അത് ചെയ്തു പോകുന്നത്. ചില താല്പര്യങ്ങളും ചില ഇഷ്ടങ്ങളും ചില ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കുടിയേറിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ പണിക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലും പിന്നെ ഇതൊക്കെ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട സംഭവങ്ങളും പണിക്ക് പോകുന്നില്ല അതൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മള് പാറയിൽ ട്രിപ്പ് പോയില്ലേ, ട്രിപ്പ് ട്രാവൽ ബ്ലോഗ് കിട്ടില്ലേ, അപ്പൊ അത് ഒത്തിരി റിയാക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളത് നമ്മുടെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അല്ല, ഇങ്ങനെ അവസ്ഥ പറ്റിയത് നിങ്ങൾക്ക് കൂടെ ഞങ്ങളത് എന്തോ ഞങ്ങളെ കൂടുതൽ അറിയാൻ വേണ്ടി വീഡിയോ ആക്കി ചെയ്തേ ഉള്ളൂ. ഞങ്ങൾ സൊസൈറ്റിക്ക് അഡ്വൈസ് കൊടുത്തല്ല. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ലൈഫിൽ നടന്നു. അപ്പൊ അത് നമ്മളെ സപ്പോർട്ട് ചെയ്തപ്പോ നിങ്ങൾക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു. ഇത് ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു, ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടില്ല. എനിക്കത് റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ടൊന്നുമില്ല. ആരും വലിയ പെർഫെക്റ്റ് ഒന്നുമല്ല. ഈ പറഞ്ഞ പ്രണയത്തിൻ്റെ സമയങ്ങളിലൊക്കെ ഈ പുറത്തേക്ക് പോവുകയും ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോവുകയും മലയടിവാരത്തും മറ്റേ വല്ല മുക്കിലും മൂലയിലും ഇടവഴികളിലും ഒക്കെ യാത്രകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് ബഹുഭൂരിപക്ഷം ആൾക്കാർ നടത്തിയിട്ടുണ്ടായിരിക്കും. പല ക്ലാസ് റൂം ഒക്കെ അതൊക്കെ നടക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും ചെയ്യാത്തൊരു കാര്യമല്ല, അതെനിക്ക് മനസ്സിലാവും. നിങ്ങൾ ആ വീഡിയോക്കകത്ത് എന്തോ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ വെച്ചാണ് നമ്മളെ പൊക്കിയെന്നോ അങ്ങനെ എന്തൊരു സംഭവം പറയുന്നുണ്ട്, എന്ത് കണ്ടിട്ട് പൊക്കി എന്നുള്ള. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു പഠിക്കുന്ന ആ സമയത്ത് ആ കുട്ടിയെ കൊണ്ട് മറ്റുള്ള ആ പാറ കയറാൻ പറ്റാത്ത പാറയും ആൾക്കാരില്ലാത്ത ജനവാസ മേഖല ഇല്ലാത്തൊരു സ്ഥലത്ത് അവിടെ പോയി എന്ത് ചിന്തിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് ആൾക്കാരുടെ ക്യൂരിയോസിറ്റിയാണ് റിയാക്ഷൻസ് ഒക്കെ. സോ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തന്നെ അല്ലേ ഇതെല്ലാം പറയുന്നത്. ഇത് നിങ്ങൾ പറയാത്തടത്തോളം കാലം ഇവിടെ ആർക്കറിയാം കാര്യങ്ങൾ. എന്താ അമലേ ഇത്? ഇങ്ങനെ ഒരു സംഭവം തന്നെ. അപ്പം അതിപ്പോ റിയാക്ഷൻ എടുത്തിട്ട് എന്റെ പൊന്നി നമ്മൾ ഉദ്ദേശിക്കാത്ത കുറെ കാര്യങ്ങൾ അവരതി പറയുന്നത്. അങ്ങനെ ഒന്നും വിചാരിച്ചല്ല വീഡിയോ ചെയ്തത്. നമ്മള് ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായത്. ഞങ്ങളത് ഡിലീറ്റ് ചെയ്യുന്നില്ല,
ഞങ്ങൾ അതിൽ തന്നെ ഞങ്ങളത് ഇട്ടേക്കുവാണ്. കാരണം ഞങ്ങളുടെ ഒരു അത് മനസ്സിലാകേണ്ടവര് മനസ്സിലായിട്ടുണ്ട്. അത് ഞങ്ങളത് വേറൊരാൾക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ട്, നിങ്ങളും അവിടെ തന്നെ പോകണം എന്നൊന്നും പറയല്ല. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ വൈകുന്നേരം ഞാൻ ഇപ്പം പിന്നെ എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞു ഗൈസ് വിളി കുറച്ച് കുറയ്ക്കാൻ. അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓളത്തിന് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഗൈസ് എന്നുള്ളത് അപ്പം കണ്ടിന്യൂസ് അതിങ്ങനെ ഗൈസ് 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 പറയുമ്പോ ഒരു നമുക്കൊരു പറയാനൊരു ഇത് വരും. അങ്ങനെ പറയാൻ. ഓക്കെ, അവരുടെ ആ ഒരു പറഞ്ഞ് നമ്മളത് മനസ്സിലാക്കണം എന്നുള്ളതേ ഉള്ളൂ. ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് ജസ്റ്റ് ചുമ്മാ നോക്കട്ടെ. ആദ്യമൊക്കെ ഞാൻ നിങ്ങളുടെ ഹേറ്റേഴ്സിൽ ഒരാളായിരുന്നു. ഓക്കെ, ഇപ്പോഴും ഒരു മാറ്റം. എപ്പിക് കമൻ്റ് ആണല്ലോ. നിൻ്റെ ഈ ഗൈസ് വിളി ഒഴിവാക്കിയാൽ പകുതി പ്രശ്നം തീരും. ഈ ജോലി കൊള്ളാം, ഇതിനോടനുബന്ധിച്ച് ബന്ധപ്പെട്ടുള്ള മറ്റു ജോലികൾ ചെയ്യാൻ ശ്രമിക്കാൻ, നല്ല പൈസ ഉണ്ടാക്കി കിട്ടും. വ്യൂസൊക്കെ കയറുന്നുണ്ടല്ലോ. നെക്സ്റ്റ് വ്ളോഗ് പൂജ പ്രഗ്നൻ്റ് ആണ് ഗൈസ്. ആ മുടിയും കൂടെ വെട്ടിയത് നന്നായിരുന്നു. നെഗറ്റീവ് മെസ്സേജ് നെഗറ്റീവ് കമൻറ്റ് അയക്കുന്നവർക്കുള്ള നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, മൊത്തം 127 ഗൈസ്. പിള്ളേരെ നിങ്ങൾ നല്ല രീതി ജീവിച്ചാൽ പിന്നെ എന്തിന് നെഗറ്റീവ് കമൻറ്റ് ഇട്ട വിഷയം ആരും കളയുന്നു. ഗോഡ് ബ്ലസ് യു. സോ നിങ്ങളെ ഈ വിമർശിക്കുന്നവർ മാത്രമല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈവൻ ഞാൻ പോലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും നിങ്ങൾ എനിക്ക് വെറുക്കാനൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് ഞാൻ നിങ്ങൾ വെറുക്കുന്നത്? നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുന്നു, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമോ? ഇതൊരിക്കലും സമൂഹത്തിനെ ബാധിക്കുന്നില്ല. ആകെപ്പാടുള്ള കാര്യം സമൂഹത്തിൻ്റെ അകത്ത് ആർക്കെങ്കിലുമൊക്കെ ഒരു എന്താണ് നമുക്കിതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കളയാമെന്ന് ചില കുട്ടികൾക്ക് ഇങ്ങനെ തോന്നും. നമുക്കിപ്പം പൂജ ചേച്ചി അമലും പണ്ടതുപോലെ ഒളിച്ചോടിയതാണ്. അപ്പോൾ അവരാണെങ്കിൽ പിന്നീട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയേ. അതുപോലെ നമുക്കും ഒളിച്ചോടി പോയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം കിട്ടും. ആ ഒരു വരുമാനത്തിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാം. ആദ്യമൊക്കെ ആൾക്കാർ നെഗറ്റീവ് പറയുമേ, കുറേ ഇൻ്റർവ്യൂസൊക്കെ കിട്ടുമേ. പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ പോപ്പുലർ ആകുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ പോസിറ്റീവ് പറയുമേ. അങ്ങനെ നമുക്ക് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ട് നമുക്ക് ഫോർച്യൂണർ എടുക്കാം, കാർ എടുക്കാം, വീട് വാങ്ങാം എന്നുള്ളൊരു മോഹവും അതിമോഹവും ഒക്കെ ആയിട്ട് കുറേ അധികം ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങളൊരു കാരണക്കാരാവരുത്. അത് നിങ്ങളുടെ ആ ഒരു സംഭവം വെച്ചിട്ട് അത് സമൂഹത്തിന് ഒരിക്കലും ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അല്ല നിങ്ങളോട് എനിക്ക് യാതൊരു വെറുപ്പുമില്ല. ബഹുഭൂരിപക്ഷം കാണുന്ന അച്ഛനമ്മമാർക്ക് വെറുപ്പല്ല. അവർ പറയുന്നത് വെച്ചാൽ ഇനിയുള്ള ലൈഫിനെ കുറിച്ചാണ്. ഇതൊക്കെ ആരംഭശൂരത്വമായിരിക്കുമോ കുറച്ച് നാളത്തേക്ക് മാത്രം, അതിനുശേഷം ആ കുട്ടിയുടെ ലൈഫ് ഒക്കെ എല്ലാവരും കൺസേൺ ആയിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ തന്നെയാണ് കാരണക്കാർ, നിങ്ങളാണിത് പബ്ലിക്കിലേക്ക് വന്ന് പറയുന്നത്. അപ്പോൾ പൂജ അമലും നന്നായിട്ട് തന്നെ നിങ്ങളുടെ ദാമ്പത്യം മുന്നോട്ട് പോട്ടെ. പിന്നെ എനിക്കൊരു കാര്യം കൂടെ ഒരു ഇത് പറയാനുള്ളത്, ആ കുട്ടി പഠിച്ച് ഇപ്പോൾ +2 ഒക്കെയാണ് എന്തോല്ലേ, അതൊക്കെ കഴിഞ്ഞ് ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു അത്യാവശ്യം ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മതി മറ്റ് ഫ്യൂച്ചർ പ്ലാനുകളെന്നൊക്കെ നല്ല രീതിയിലൊരു ഭാവി പരിപാടികളെക്കുറിച്ച് അങ്ങനെ ആസൂത്രണം ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, എന്താണ് പൊതുവേ സ്വതവേ ഗർഭിണി പിന്നെ ദുർബലനോ പിന്നെ ഗർഭിണി എന്നുള്ള രീതിയിൽ പറയുന്നത് പോലത്തെ ഒരു അവസ്ഥ അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ. പറഞ്ഞെന്ന് മാത്രം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ജീവിതം. സോ ഗൈസ്, കാണുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുക ഗൈസ്. ബൈ. ഇവിടെയും ഗൈസ്.